ഒരു പ്രവാചക വചനമുണ്ട്, ലിയത്തഖിദ് അഹദുക്കും ഖൽബൻ ഷാക്കിറ, നിങ്ങളിൽ ഓരോരുത്തരും നന്ദിയുള്ള ഹൃദയം സ്വീകരിക്കട്ടെ. നമ്മൾ നമ്മുടെ റബ്ബിനോട് നന്ദി പ്രകടിപ്പിക്കുന്നതിന് വ്യത്യസ്ത വഴികൾ തേടുന്നവരാണ്. നമസ്കാരത്തിലൂടെ, ദിക്റിലൂടെ, മറ്റു മാർഗങ്ങളിലൂടെ നമ്മളത് പ്രകടിപ്പിക്കാറും ഉണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് റബ്ബിനോട് നന്ദി പ്രകടിപ്പിക്കുന്നതോടൊപ്പം, അതായത് സൃഷ്ടാവിനോട് നന്ദി പ്രകടിപ്പിക്കുന്നതോടൊപ്പം സൃഷ്ടികളോടും നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മല്ലാ യഷ്കുറുന്നാസ ലാ യഷ്കുറുല്ലാഹ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റബ്ബിനോട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞില്ലേ. റബ്ബിനോട് നന്ദി കാണിക്കാനുള്ള ഒരു വഴിയാണ് നമ്മളോട് എന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരോട് നമ്മൾ താങ്ക്ഫുൾ ആവുക എന്നുള്ളത്. എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാട്ടെ. എത്രയെത്ര സൽക്കാരങ്ങളിലും വിരുന്നുകളിലുമാണ് നമ്മൾ പങ്കെടുക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുക? അവിടെ പോയിട്ട് കുറേ നേരം ചിരിക്കും, വർത്തമാനങ്ങൾ പറയും, എന്നിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്ത് മടങ്ങും. അതിന് പകരം ആ വീട്ടുകാരെ നോക്കിക്കൊണ്ട് ജസാക്കുമുല്ലാ ഖൈർ എന്ന് കൽപറിഞ്ഞുകൊണ്ട്, നമ്മുടെ ഭാഷയിൽ മതി, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ, എൻ്റെ മനസ്സും വയറൊക്കെ നിറഞ്ഞിട്ടാ, ഇങ്ങനെ നമുക്കും അവർക്കും സന്തോഷം നൽകുന്ന വാക്കുകൾ പറയുക. അതാണ് നന്ദി പ്രകടനം എന്ന് പറയുന്നത്. ആ സിറ്റുവേഷൻ തന്നെ മാറിപ്പോവും അല്ലേ? എത്ര മനോഹരമായിരിക്കും ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇന്ന് നമ്മൾ പോയി വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. മിക്ക സാധനങ്ങളും എന്താണ്, നമ്മുടെ വീടുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കും, നമ്മൾ നമ്മുടെ വഴിക്ക്, അവർ അവരുടെ വഴിക്ക്. അതിന് പകരം അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കൽബറിഞ്ഞ് താങ്ക് യു എന്നത് പറഞ്ഞു നോക്കിയാട്ടെ, അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നത് കാണാം. അപ്പം ഇതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളോട് ഇടപെടുന്ന, നമുക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളോട് നമ്മൾ താങ്ക്ഫുൾ ആവുക, നന്ദിയുള്ളവരാകുക. അപ്പോഴാണ്, അല്ലെങ്കിൽ അതാണ് റബ്ബിനോട് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഇതെവിടുന്ന് തുടങ്ങണം? നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ മക്കളോട്, നമ്മുടെ ഇണകളോട്, നമ്മുടെ പാരൻസിനോട്. അപ്പോൾ ചോദിക്കും, ഇത്രയും ഒഫീഷ്യലാവണോ? ഒഫീഷ്യൽ അല്ല അത് ഒരു സംസ്കാരം പകർന്നു കൊടുക്കലാണ്. നമ്മുടെ കുഞ്ഞ് ഒരു ചെറിയൊരു സംഗതി ആയിരിക്കും, അത് നമുക്ക് ചെയ്തു തരുമ്പം താങ്ക് യുടാ മുത്തേ എന്ന് പറയുന്നത് അതൊരു സംസ്കാരത്തിൻ്റെ ഭാഷയാണ്. അതോടൊപ്പം പരസ്പര ബഹുമാനത്തിൻ്റെ ഒരു ഭാഷ കൂടിയാണ്.